എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഇന്ന് റെസിപ്പി വീഡിയോ അല്ല, കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, കൂടാതെ ഒരു അൺബോക്സിങ് വീഡിയോ കൂടിയാണ്. നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത കടലക്കറി വീഡിയോയിൽ ഇൻഡസ് വാലിയുടെ ഒരു കുക്കർ പരിചയപ്പെടുത്തിയില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേരൊക്കെ അവരുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് അവർ നമുക്ക് വീണ്ടും കുറച്ച് കുക്ക്വെയർസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, എളുപ്പത്തിൽ എങ്ങനെയാണ് കാസ്റ്റ് അയൺ പാത്രങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോൾ പലർക്കും കരിഞ്ഞു പോകുന്നു എന്നൊക്കെ പരാതിയുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് കറക്റ്റായിട്ട് അത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന കുക്ക്വെയർസ് കൂടാതെ അവരുടെ സൈറ്റിൽ ഒരുപാട് ഹെൽത്തി കുക്ക്വെയർസ് ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, ഇൻഡസ് വാലി എന്ന് പറഞ്ഞാൽ തന്നെ ഹെൽത്തി കുക്ക്വെയർസ് ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ, കാസ്റ്റ് അയൺ, ഷീറ്റ് അയൺ, അതുപോലെ തന്നെ കോപ്പർ വാട്ടർ ബോട്ടിൽസ്, വുഡൻ സ്പൂൺസും വുഡൻ കട്ടിംഗ് ബോർഡ്സും ഒക്കെ നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. ഇതൊക്കെ അവരുടെ സൈറ്റിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട്. കൂടാതെ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിന്നു CHINNU എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. ചെക്കൗട്ട് ചെയ്യാൻ നേരം ചിന്നു എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ ബോക്സിൽ നമുക്ക് 2 പാത്രങ്ങളാണുള്ളത്. നല്ല കനമുള്ള ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചെറിയൊരു കടായി, 20 സെൻറ്റിമീറ്ററിൻ്റെ കടായിയാണ്. ഇതുകൂടാതെ 10 ഇഞ്ചിൻ്റെ ഒരു കാസ്റ്റ് അയൺ ദോശത്തവയുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ കാസ്റ്റ് അയൺ പാത്രവും സ്റ്റെയിൻലെസ് സ്റ്റീലും ഒക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം എന്നുള്ളതും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതും ഒക്കെ നമുക്ക് വഴിയേ കാണാം. പണ്ട് ഞാനൊരു കാസ്റ്റ് അയൺ സീസണിങ് ആൻഡ് മെയിൻ്റെനൻസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൽ കുക്ക്വെയർ കൂടാതെ നെക്സ്റ്റ് പർച്ചേസിനുള്ള കൂപ്പൺ കോഡ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായും ഒരു ദോശത്തവയാണുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി വലിയ സൈസാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. നല്ല കനമുള്ള ബേസൊക്കെ ഉള്ള, പെട്ടെന്ന് കരിഞ്ഞു പോകാത്ത, അടുക്കി പിടിക്കാത്ത നല്ല ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയാണ്. ഇത് 24 സെൻറ്റിമീറ്റർ 9.5 ഇഞ്ചിൻ്റെ സ്റ്റീൽ കടായിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 9.5 ഇഞ്ചിൻ്റെ അതിനൊരു ഗ്ലാസ് ലിഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. ഇവർക്ക് തെറ്റിപ്പോയതാണെന്ന് അറിയത്തില്ല, എനിക്ക് ഒരു ദോശത്തവയും കൂടെ കിട്ടിയിട്ടുണ്ട്. രണ്ടും ഒരേ സൈസ് തന്നെയാണ്. ഒന്ന് അമ്മയ്ക്ക് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടിൽ മുട്ട പോലും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എങ്ങനെ സീസൺ ചെയ്യാം എന്നുള്ളത് ഉടനെ കാണാം. ഇന്ത്യൻ സ്റ്റൗവിൽ ചൂട് കൂടുതലായതുകൊണ്ട് പണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പിടിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇതുപോലെ നല്ല കനമുള്ള ട്രൈപ്ലൈയും 5 പ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ നല്ല ചൂടുള്ള സ്റ്റൗവിൽ പോലും നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാകും. ഇൻഡസ് വാലിയുടെ കുക്ക്വെയർസ് എല്ലാം ന്യൂട്രിയൻസ് പ്രിസർവ് ചെയ്യുന്ന 100% ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കടായി മാത്രമല്ല, പ്രഷർ കുക്കറും സോസ് പാനും നല്ല ഭംഗിയുള്ള ഒരുപാട് കുക്ക്വെയർസൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് കാസ്റ്റ് അയണിൻ്റെ ഈ തവ എങ്ങനെയാണ് സീസൺ ചെയ്യുന്നതെന്നുള്ളത് കാണാം. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിതൊന്ന് കഴുകിയെടുക്കണം. അതിനായിട്ട് സാധാരണ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അധികം അരവില്ലാത്ത ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. പണ്ടുള്ളവർ കാസ്റ്റ് അയണിൻ്റെ പാത്രം കഴുകരുത്, തുടച്ചെടുക്കാവുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ കഴുകാതെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് മടിയായിരിക്കില്ലേ. അപ്പോൾ സാരമല്ല, ഇതുപോലെ കഴുകിയെടുത്താൽ മതി. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. അധികം അരമില്ലാത്ത സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ സാധാരണ സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകാറുണ്ട്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അകവും പുറവും ഹാൻഡിലും ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കാസ്റ്റ് അയണിൻ്റെ പാത്രം ഒരിക്കലും വെള്ളത്തിൽ മുക്കി വെക്കരുത്, കുതിർക്കാനായിട്ട് തുരുമ്പിക്കും. അതുപോലെ തന്നെ നനവോട് കൂടിയിട്ട് ഒരിക്കലും സ്റ്റോർ ചെയ്യരുത്. എപ്പോഴും ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് സ്റ്റോർ ചെയ്യാവുള്ളൂ. പണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ഉള്ളതാണ്. ആദ്യമായിട്ട് വോയിസ് കൊടുത്ത വീഡിയോ ആയതുകൊണ്ട് കുറച്ചൊരു കോമഡിയാണ് സൗണ്ട്, എങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കഴുകി കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. എന്നിട്ട് മുഴുവൻ വെള്ളമയം പോകാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി വെള്ളമയമൊക്കെ പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണ തടവി കൊടുക്കണം. അതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കല്, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലിനെക്കാട്ടിലും നല്ലത് സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും ഒരുപാട് കൂടുതൽ എണ്ണ ഒഴിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് സ്റ്റിക്കി ആയി പോകും. അകത്തും പുറത്തും ഹാൻഡിലും ഒക്കെ ഞാൻ തിൻ ലെയർ ഒരു എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചൂടാക്കിയെടുക്കാനായിട്ട്. ആ സമയത്ത് ഇങ്ങനെ പുകഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ പുകഞ്ഞു വന്ന് കുറച്ചൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുകളിലൊരു നോൺ സ്റ്റിക്ക് സർഫസ് കിട്ടത്തുള്ളൂ. ഈ പ്രക്രിയയ്ക്കാണ് നമ്മൾ പോളിമറൈസേഷൻ അല്ലെങ്കിൽ കാർബണൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നമ്മൾ പണ്ടിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഡീറ്റെയിലോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ പുകഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക.
തവ നല്ലപോലെ തണുത്തതിന് ശേഷം ഇതേ പ്രോസസ്സ് നമുക്ക് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു നോൺ സ്റ്റിക്ക് സർഫസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻഡസ് വാലിയുടെ പാത്രം മുകൾ ഭാഗം ഓൾറെഡി നല്ല സ്മൂത്താണ്, അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്താലും മതിയാകും. കാസ്റ്റേണിൻ്റെ പാത്രങ്ങൾ പ്രീ സീസണിൻ്റെ കാസ്റ്റേൺ ആണെങ്കിലും ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതുപോലെ തന്നെ കാസ്റ്റേണിൽ നമുക്ക് തടിത്തവിയും സ്റ്റീൽ തവിയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ഇന്ന് നമുക്ക് ഡെയിലി എങ്ങനെ ഇതിൽ കുക്ക് ചെയ്യാം എന്നുള്ളത് കാണാം. അതിനായിട്ടൊരു മീഡിയം ലോ ഫ്ലെയിമിൽ തവ വെച്ച് കൊടുക്കാം. തവയൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് എണ്ണ തടവി കൊടുക്കാം. ഇൻഡസ് വാലിയുടെ കാസ്റ്റേൺ കുക്ക്വെയർസിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. കാരണം അവർ ഒരുപാട് കനത്തിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാസ്റ്റേൺ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി പ്രശ്നങ്ങൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ മീഡിയം ലോ ഫ്ലെയിമിൽ മാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഇത് സീസണായെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് നിങ്ങളൊരു നെയ് റോസ്റ്റ് ഉണ്ടാക്കി കാണിക്കുവാന്ന്. കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണേ. അതാ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നെയ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ സീസണായെന്ന് കാണിക്കാൻ ഏറ്റവും പറ്റിയ സാധനം മുട്ടയാണല്ലേ. നന്നായിട്ട് സീസൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടാക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു ബുൾസയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. മുട്ടയുടെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം യൂസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് കഴുകാവുന്നതാണ്. നേരത്തെ പറഞ്ഞാണെങ്കിൽ വെള്ളത്തിൽ മുക്കിയിടരുത്. അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഓരോ പ്രാവശ്യം യൂസ് കഴിഞ്ഞ് വരുന്തോറും ഇതിൻ്റെ മുകൾ ഭാഗം അങ്ങ് നല്ല ബ്ലാക്ക് കളറായി കിട്ടും. ആ ഒരു നോൺ സ്റ്റിക്ക് കോട്ടിംഗ് പോലെ വരുന്നതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം യൂസ് കഴിഞ്ഞ് നമുക്ക് കോൺസെൻട്രേറ്റഡ് അല്ലാത്ത ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ടൊന്ന് കഴുകാം. അതിനുശേഷം നമുക്കിത് ഉണക്കിയെടുക്കണം. നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് വേണമെങ്കിൽ ഉണക്കിയെടുക്കാം. ഞാനിവിടെ എന്നും സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. വെള്ളമയം എല്ലാം പോയി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വീണ്ടും എണ്ണ തേച്ചൊന്ന് തടവി കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് തന്നെയാണിത് തടവി കൊടുക്കാറ്. തിൻ ലെയർ ഓയിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. ഒരുപാട് എണ്ണ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്കി ആയിപ്പോവും. പിന്നീട് അതിരുന്ന് കനയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ലെയർ ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം ഇത് പുകയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ പുകഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നീട് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് കാസ്റ്റേൺ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എണ്ണ തടവാനായിട്ട് ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം കഴിഞ്ഞിട്ട് കളയണം എന്നില്ലത്. ഇതുപോലെ മടക്കി സൂക്ഷിച്ചാൽ മതി. ഓരോ പ്രാവശ്യം ഞാൻ ഇങ്ങനെ എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഇതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കാണാം. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റീൽ കടായും സോപ്പ് ഉപയോഗിച്ചൊന്ന് കഴുകിയെടുക്കണം. ഡൈല്യൂട്ട് ചെയ്യേണ്ട നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്ക്രബ്ബർ ഒരുപാട് അരയുള്ളതായിരിക്കരുത്. നോൺ സ്റ്റിക്കിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ അകവും പുറമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് അടുപ്പത്ത് വെക്കാം. നേരത്തെ പറഞ്ഞ കണക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. നമ്മളിത് അടുപ്പത്ത് വെച്ച് ഉടനെ തന്നെ എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങരുത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നല്ല നോൺ സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പോൾ വെള്ളമയമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആവിയായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രം റെഡിയായില്ല എന്നാണ് അർത്ഥം. വെള്ളം ഇങ്ങനെ മെർക്കുറി ബോൾ പോലെ വരണം. 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വീണ്ടും 2 ടീസ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്തവണ ബോൾ പോലൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും തത്തി കളിച്ചില്ല. പെട്ടെന്ന് തന്നെ അതങ്ങ് ഇവാപ്രേറ്റ് ആയിപ്പോയി. അപ്പോൾ പാത്രം റെഡി ആയില്ല എന്നാണ് അർത്ഥം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്തവണ നല്ല മുത്തുമണി പോലെ ഇങ്ങനെ തത്തി കളിക്കുന്നുണ്ട്. ഇതിന് മെർക്കുറി ബോൾ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. കാരണം മെർക്കുറി ബോൾസ് പോലെയാവും നമ്മുടെ വെള്ളം. കണ്ടില്ലേ, പെട്ടെന്ന് അങ്ങ് ആവിയായി പോവാതെ ഇങ്ങനെ തത്തി കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാത്രം കറക്റ്റ് പാകമായി എന്നാണ് അർത്ഥം. ഇനി ഇതിൽ എന്ത് കുക്ക് ചെയ്താലും ഒട്ടിപ്പിടിക്കില്ല. ഇതിൻ്റെ സയൻറ്റിഫിക് പേര് ലീഡ് ആൻഡ് ഫ്രോസ്റ്റ് എഫക്റ്റ് എന്നാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എത്ര നേരം എടുക്കുമെന്നും എത്ര ഫ്ലെയിമിൽ വെക്കണം എന്നൊക്കെ. ഇതിൽ നമുക്ക് മുട്ട തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. മുട്ട ഒട്ടിപ്പിടിച്ചില്ല എന്ന് വെച്ചാൽ മിക്ക വസ്തുക്കളും ഒട്ടിപ്പിടിക്കില്ല എന്നാണ് അർത്ഥം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മുട്ട ഒന്ന് വിസ്ക് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു സിമ്പിൾ ഓംലെറ്റ് അങ്ങ് ഉണ്ടാക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കരികി ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിമ്പിൾ ഓംലെറ്റ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അറിയാത്തവർ തീർച്ചയായിട്ടും ഇനി ഉപയോഗിച്ച് തുടങ്ങുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.